ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു പ്രമേയം തന്നെയുണ്ട്. ദ ഹോൾ ഓഫ് കാശ്മീർ ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. പക്ഷെ നമ്മളിതിൻ്റെ ചരിത്രം നോക്കണം. ഒരു ചരിത്രത്തിലുണ്ടായ ഒരു തെറ്റാണ് ഈ POK എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായത്. കാരണം പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചാക്രമിച്ചത് ആ സ്ഥലം മാത്രം എടുക്കാനായിരുന്നില്ല. കാശ്മീരിനെ മുഴുവനായിട്ട് സ്വതന്ത്രമാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ പദ്ധതി. പക്ഷേ പണ്ഡിറ്റ് നെഹ്റു ആ സമയത്ത് ഒരു വലിയ സമാധാനത്തിൻ്റെ ഒരു നേതാവായി ഐക്യരാഷ്ട്ര സംഘടനയിൽ ചേർന്ന ഉടനെ ഒരു യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള നമുക്ക് ആ ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം നമ്മൾ സൃഷ്ടിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന. നമ്മളിതിൽ സപ്പോർട്ട് കൊടുത്ത് ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുമ്പേ നമ്മൾ അത് സൈൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു യുദ്ധം ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഐക്യരാഷ്ട്ര സംഘടന പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സിനുള്ള ഒരു സംഘടനയാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. നമുക്ക് പിന്നീട് മനസ്സിലായി അത് വലിയ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനല്ല, ഒരു ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനല്ല. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ കാശ്മീർ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരതിൽ നോക്കിയത് അവർക്ക് എന്ത് നേടാൻ കഴിയും. അങ്ങനെയാണ് ഈ POK ഉണ്ടായത്. കാരണം അന്ന് നമ്മൾ യുദ്ധം ചെയ്ത് കാശ്മീർ തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ POK തീർച്ചയായും നമ്മുടെ ഭാഗമായിരുന്നു. ഈ ഭാഗങ്ങളെല്ലാം ഒന്നും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ ചരിത്രം കൊണ്ടാണ് ഇങ്ങനൊരു POK ഉണ്ടായത്. ആ സമയത്തോ അതിന് ശേഷമോ ഒരു കാലത്തും നമ്മൾ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ അവർക്ക് തീരുമാനിക്കാമല്ലോ ഏത് സ്റ്റേറ്റിലാണ് ചേരണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാശ്മീരിൽ നമ്മൾ റെഫറൻഡത്തെ പറ്റിയും പ്ലെബിസൈറ്റിനെയൊക്കെ പറയുന്നെങ്കിലും POK ഓട്ടോമാറ്റിക്കായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗമായി എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗമാവുകയും ചെയ്തെങ്കിലും ഇന്നും അവർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുകയാണ്. പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളെപ്പോലെയുള്ള സ്വാതന്ത്ര്യമോ ജീവിത രീതിയോ ഒന്നും POKയിലില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ടാക്സസ് വ്യത്യാസമാണ്, അവരുടെ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വ്യത്യാസമാണ്. വളരെ ഒരു ഡിസ്ക്രിമിനേറ്ററി ഒരു ആറ്റിറ്റ്യൂഡാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്റ്റർബൻസസ് ഒക്കെ കാണുന്നത്. പക്ഷേ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് LOC നമുക്ക് അക്സെപ്റ്റബിളാണ്. ലൈൻ ഓഫ് കൺട്രോൾ അന്ന് UN എസ്റ്റാബ്ലിഷ് ചെയ്ത ലൈൻ ഓഫ് കൺട്രോളും അതിനുശേഷം 1972 സിംല എഗ്രിമെൻറ്റിലുള്ള മാറ്റം വരുത്തിയ ലൈൻ ഓഫ് കൺട്രോളും നമുക്ക് അംഗീകാര്യമാണെന്ന് നാം ലോകത്തിനോടെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വരും. അതെങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇന്ത്യക്ക് വരാവുന്ന പ്രശ്നം. നമ്മളിപ്പോൾ യുദ്ധം ചെയ്യാൻ നല്ലത് നമ്മൾ പറയുന്നതല്ലോ. നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് ഇത് നമ്മുടെ രാജ്യമാണ്, അത് ഒരു കാലത്ത് തിരിച്ചു വരേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മളെന്തെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ അത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമായി വരും. കാരണം നമ്മൾ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും LOC നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതറിയാം. അപ്പോൾ അതുകൊണ്ടൊരു ഗ്രാജുവൽ പ്രോസസ്സ് അവരുടെ തന്നെ സെൽഫ് ഡിറ്റർമിനേഷന് വേണ്ടി അവർ തന്നെ ശ്രമിക്കുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് POKയുടെ കാര്യത്തിലൊരു സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊന്ന് തീർച്ചയായിട്ടും ഇൻസിസ്റ്റ് ചെയ്യണം. നമ്മുടെ ഭാഗം തന്നെയാണ്. ഒരിക്കലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതെവിടെ ചേരേണ്ടതാണ്. അത് തീർച്ചയായും അങ്ങനെ തുടരണമെന്നുള്ള നമ്മുടെ അൺഡിവൈഡഡ് കാശ്മീർ എന്നുള്ള ആശയം നമ്മൾ പുലർത്തിക്കൊണ്ട് പോകണം. എന്നത് സാധിച്ചു കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ ദാറ്റ് POK ഷുഡ് ബി പാർട്ട് ഓഫ് ഇന്ത്യ.